കടമ്പൂർ സ്കൂളിൽ ഒരിടത്തും കേട്ടുകേൾവിയില്ലാത്ത കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. മെഡിക്കൽ ഇൻഷുറൻസിന്റെ പേരിലും പണപ്പിരിവ് എന്നതാണ് ഒരു പ്രധാന വാർത്ത. 2020-21 അധ്യയന വർഷത്തിൽ അഡ്മിഷൻ എടുത്ത കുട്ടികളിൽ നിന്നാണ് 1000 രൂപ വീതം ഇൻഷുറൻസിന്റെ പേരിൽ പിരിച്ചെടുത്തത്. പണപ്പിരിവിനെതിരെ രക്ഷിതാക്കൾ പരാതി നൽകിയിട്ടും പണം തിരികെ നൽകാൻ മാനേജ്മെന്റ് ഇതുവരെയും തയ്യാറായിട്ടില്ല. റിപ്പോർട്ടർ SIT വാർത്താ പരമ്പര തുടരുന്നു. എയ്ഡഡ് കൊള്ള. പലതരം തട്ടിപ്പുകളാണ് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്നത്. കുട്ടികളിൽ നിന്നും മെഡിക്കൽ ഇൻഷുറൻസിന്റെ പേരിലും മാനേജ്മെന്റ് പണം പിരിച്ചെടുത്തിരിക്കുന്നു. 2020-21 അധ്യയന വർഷം സ്കൂളിൽ പ്രവേശനം നേടിയ 1086 കുട്ടികളിൽ നിന്നും 1000 രൂപ വീതം ഈ ഇനത്തിൽ മാനേജ്മെന്റ് പിരിച്ചെടുത്തിട്ടുണ്ട്. 10,86,000 രൂപ ഇങ്ങനെ മാനേജ്മെന്റ് പിഴിഞ്ഞെടുത്തു. കുട്ടികൾക്ക് ഇൻഷുറൻസിന്റെ പരിരക്ഷ ലഭിച്ചതുമില്ല. ഏതെങ്കിലും ആശുപത്രിയുമായോ ഇൻഷുറൻസ് കമ്പനിയുമായോ യാതൊരുവിധ കരാറുമില്ലാതെയാണ് മാനേജ്മെന്റ് ഇൻഷുറൻസ് പണപ്പിരിവ് നടത്തിയത്. രക്ഷിതാക്കൾ പരാതി അറിയിച്ചിട്ടും പണം ഇതുവരെ തിരിച്ചു നൽകിയില്ല. ലക്ഷങ്ങളാണ് കുട്ടികൾക്ക് ഇൻഷുറൻസ് ഏർപ്പെടുത്തുന്നു എന്ന വ്യാജേന മാനേജ്മെന്റ് കൈക്കലാക്കിയത്. ഡിജിറ്റൽ ക്ലാസ് മുറിയുടെ പേരിൽ, വൈദ്യുതി കുടിവെള്ള ചാർജുകളുടെ പേരിൽ, യൂണിഫോം വിതരണത്തിൽ നടന്നിട്ടുള്ള ലക്ഷങ്ങളുടെ നികുതി വെട്ടിപ്പ്, ഏറ്റവും ഒടുവിൽ കേട്ടുകേൾവി പോലുമില്ലാത്ത ഒരു മെഡിക്കൽ ഇൻഷുറൻസിന്റെ പേരിലും കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നിട്ടുള്ളത് തീവെട്ടിക്കൊള്ളയാണ്. തെളിവുകൾ സഹിതം പൊതുജന സമക്ഷം വാർത്ത നൽകിയിട്ടും നടപടിയെടുക്കേണ്ട ഉദ്യോഗസ്ഥർക്ക് കുലുക്കമില്ല. കൂട്ടുകച്ചവടമാണോ ഈ കാട്ടുകൊള്ള? റിപ്പോർട്ടർ അർജുൻ കല്യാട്, ഇൻ റിപ്പോർട്ടർ, കണ്ണൂർ. അർജുൻ കല്യാട്, വെരി ഗുഡ് മോർണിംഗ്. ഈ കടമ്പൂർ സ്കൂളിൽ ഇനി തട്ടിപ്പ് നടത്താൻ എന്തെങ്കിലും ഒന്ന് ബാക്കിയുണ്ടോ? മെഡിക്കൽ ഇൻഷുറൻസിൽ വരെയാണ് ഈ അത്യാഗ്രഹിയായ മാനേജർ കയറി പിടിച്ചിരിക്കുന്നത്. വിദ്യാർത്ഥികൾക്കുള്ള വെളിച്ചം കൊടുക്കുന്ന KSEBയുടെ കാര്യത്തിലും പിരിവ്, പരീക്ഷ എഴുതാൻ പോകുമ്പോൾ പിരിവ്, ആരോഗ്യത്തിന് പിരിവ്, ടോയ്ലറ്റിൽ പോകുമ്പോൾ പിരിവ്, മൊത്തം സർവത്ര പിരിവാണ് ഇവിടെ. കാട്ടുകൊള്ള എന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും. ഇനി എന്തെങ്കിലും ബാക്കിയുണ്ടോ അവിടെ? വല്ല തട്ടിപ്പ് കോഴ്സൊക്കെ തുടങ്ങുന്നതായിരിക്കും ഇവർക്ക് നല്ലതെന്ന് തോന്നുന്നു. എന്താണ് അവിടെ സംഭവിക്കുന്നത്? എന്താണ് ഇവർക്കെതിരെ നടപടി ഉണ്ടാവാത്തത്? അർജുൻ കല്യാൺ. അരുൺകുമാർ, തട്ടിപ്പിന് ഇനിയും ഒരുപാട് സാധ്യതകൾ തേടുകയാണ് ഈ കടമ്പൂർ സ്കൂളിലെ മാനേജ്മെന്റ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അനുദിനം നമുക്ക് ലഭിക്കുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് നമ്മൾ വാർത്ത ചെയ്യുന്നത്. രക്ഷിതാക്കൾ പറയുന്നത് പ്രകാരമാണെങ്കിൽ ഇനിയും ഒരുപാട് മേഖലകളിൽ അവർ പണപ്പിരിവ് നടത്തിയിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ വ്യക്തമായ തെളിവുകൾ നമുക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ് അത്തരത്തിൽ വാർത്തകളായി അത് പുറത്തേക്ക് വരാത്തത്. എന്തായാലും ഇത്തരത്തിൽ വലിയ തോതിലുള്ള ക്രമക്കേട് നടന്നിട്ട്, കോടികളുടെ തട്ടിപ്പ് നടന്നിട്ട്, നികുതി വെട്ടിപ്പ് നടന്നിട്ട്, സർക്കാർ സൗജന്യമായി നൽകുന്ന ചോദ്യപേപ്പറിന് പോലും കുട്ടികളുടെ ഇടയിൽ നിന്നും പണം പിരിച്ചിട്ട് പോലും ഈ കടമ്പൂർ സ്കൂളിനെ തൊടാൻ എന്തുകൊണ്ടാണ് ഈ അധികാരികൾക്ക് ഇത്ര അമാന്തമെന്നുള്ളതാണ് ഏറ്റവും ആശ്ചര്യജനകമായിട്ടുള്ള കാര്യം. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിദ്യാർത്ഥി സംഘടനകൾ പ്രതിഷേധത്തിന് തയ്യാറാവുന്നുണ്ട്. പക്ഷേ നടപടിയെടുക്കേണ്ട വിദ്യാഭ്യാസ വകുപ്പോ അല്ലെങ്കിൽ ഇത്തരത്തിൽ തെളിവുകൾ സഹിതം ജനങ്ങളുടെ മുമ്പിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ട് അത് ഈ ഉദ്യോഗസ്ഥർക്കോ ഈ പറയുന്ന രാഷ്ട്രീയക്കാർക്കോ അല്ലെങ്കിൽ മന്ത്രിമാർക്കോ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ പ്രവർത്തകർക്കോ ആർക്കും തന്നെ ഇതിനകത്ത് അത് ബോധ്യപ്പെടാത്തതാണോ തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ ഭാഗമായി ഒരു സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കുകയാണ്. എന്തായാലും ഈ പ്രത്യേകമായിട്ടുള്ള സംഭവം എന്ന് പറയുന്നത് മെഡിക്കൽ ഇൻഷുറൻസ് എന്ന് പറഞ്ഞ് കേട്ടുകേൾവി പോലും മറ്റൊരു സ്ഥാപനത്തിലും ഇതുവരെയും അങ്ങനെ ഒരു മെഡിക്കൽ ഇൻഷുറൻസ് ഏർപ്പെടുത്തിയതായിട്ട് വിവരമില്ല എന്നുള്ളതാണ്. അത്തരത്തിൽ എവിടെയും കേട്ടുകേൾവി പോലും ഇല്ലാത്ത ഒരു മെഡിക്കൽ ഇൻഷുറൻസിന് വേണ്ടി 2020-21 സാമ്പത്തിക അധ്യയന വർഷത്തിൽ ഇത്തരത്തിൽ പണപ്പിരിവ് നടത്തുന്നു. 1000 രൂപയാണ് ഒരു കുട്ടിയിൽ നിന്ന് ഈ ഇൻഷുറൻസിൻ്റെ പേരിൽ പിടിച്ചെടുക്കുന്നത്. അതിന് ബില്ലും നൽകുന്നുണ്ട് കടമ്പൂർ. ആ ബില്ലുകൾ നമ്മൾ ഈ വാർത്തയുടെ ഭാഗമായി അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ 1086ഓളം കുട്ടികളാണ് ആ വർഷം ഈ കടമ്പൂർ സ്കൂളിൽ പുതുതായി ചേർന്നിട്ടുള്ളത്. ആ സമയത്ത് 1000 രൂപ വെച്ച് ഈ കുട്ടികളുടെ കയ്യിൽ നിന്നെല്ലാം ഈ മാനേജ്മെൻറ്റ് പണം പിരിക്കുകയും ചെയ്തു. എന്നാൽ ഇതിൻ്റെ ഭാഗമായി ഒരു കുട്ടിക്ക് പോലും നിരവധിയായിട്ടുള്ള രക്ഷിതാക്കൾ ഇതിൻ്റെ ക്ലെയിം ലഭിക്കുന്നതിന് വേണ്ടി അപേക്ഷ നൽകി അല്ലെങ്കിൽ മാനേജ്മെൻറ്റിനോടും ഹെഡ് മാസ്റ്ററോടും ഉൾപ്പെടെയുള്ള ആൾക്കാരോട് ഇതിനകത്ത് എന്താണ് നടപടി സ്വീകരിക്കേണ്ടത്, എന്ത് രേഖകളാണ് ഇതിൻ്റെ ക്ലെയിം ലഭിക്കുന്നതിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം അന്വേഷിച്ചു. പക്ഷേ അതിനൊന്നും കൃത്യമായ രീതിയിൽ മറുപടിയില്ല. അതിൻ്റെ വ്യക്തമായിട്ടുള്ള കാരണമെന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ആശുപത്രിയുമായോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻഷുറൻസ് കമ്പനിയുമായോ യാതൊരുവിധ കരാറും ഏർപ്പെടുത്താതെ വെറുതെ ഒരു പേര് പറഞ്ഞ് പണം പിരിക്കുക എന്നുള്ള സമീപനമാണ് ഈ മാനേജ്മെൻറ്റ് സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഈ പറയുന്ന പോലെ കുട്ടികൾക്കോ അല്ലെങ്കിൽ രക്ഷിതാക്കൾക്കോ ഈ ആരോഗ്യ പരിരക്ഷ അല്ലെങ്കിൽ ഇതിൻ്റെ ഇൻഷുറൻസിൻ്റെ ക്ലെയിം നൽകുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടില്ല. അപ്പോൾ രക്ഷിതാക്കൾ
പക്ഷേ തുടർ വർഷങ്ങളിൽ ഇത് താൽക്കാലികമായി നിർത്തിവെച്ചു. പക്ഷേ ഈ പിരിച്ചിട്ടുള്ള 10,86,000 രൂപയിൽ നിന്ന് 1 രൂപ പോലും ഈ മാനേജ്മെൻറ്റ് ഇതിൻ്റെ ഭാഗമായി തിരികെ കൊടുത്തിട്ടില്ല. രക്ഷിതാക്കൾ പരാതി അറിയിച്ചിട്ടുണ്ട്. പ്രിൻസിപ്പൽ, ഹെഡ് മാസ്റ്റർക്ക് ഉൾപ്പെടെ രക്ഷിതാക്കൾ പരാതി അറിയിച്ചു, ഇങ്ങനെ ക്ലെയിം ലഭിക്കുന്നില്ല, അപ്പോൾ ഈ പണം തിരികെ ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രക്ഷിതാക്കൾ സമീപിച്ചു. പക്ഷേ അതിനകത്ത് യാതൊരുവിധ നടപടിയുമില്ല എന്നുള്ളതാണ് ഈ പ്രത്യേകമായിട്ടുള്ള സംഭവം മനസ്സിലാക്കുന്നത്. എന്തായാലും കടമ്പൂരിൽ നടക്കുന്നത് ഒരു കാട്ടുകൊള്ളയാണ് എന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. അർജുൻ കല്യാട്, ഒരു പ്രേക്ഷകൻ ചോദിക്കുന്നു, സ്കൂളിന് നടപടി ഉണ്ടാവില്ല, എല്ലാ പാർട്ടിക്കാരും പൈസ വാങ്ങുന്നുണ്ട്, കടമ്പൂർ സ്കൂൾ മാനേജർ ഏത് പാർട്ടിക്കാരനാണ്, ആരാണ് സഹായിക്കുന്നത് എന്ന് അബ്ദുള്ള ചാടി ചോദിക്കുന്നു. എല്ലാ പാർട്ടിയുടെയും സപ്പോർട്ടുണ്ട് എന്ന് പ്രകാശൻ പറയുന്നു. യഥാർത്ഥത്തിൽ ഇയാൾക്ക് ഇത്രയും വലിയ സ്വാധീനം എവിടെ നിന്ന് കിട്ടുന്നു എന്നുള്ളത് നമ്മൾ അത്ഭുതപ്പെടുത്തുന്നു. GSTയുടെ പേരിൽ തട്ടിപ്പ് നടത്തുന്നു, GST മറ്റൊരു കടയുടെ GST നമ്പർ അടിച്ചെടുത്ത് വ്യാജ GST ബില്ലുകൾ ഉണ്ടാക്കി വെട്ടിപ്പ് നടത്തുന്നു, നടപടി ഉണ്ടാവുന്നില്ല. യൂണിഫോമിൻ്റെ പേരിൽ വലിയ രീതിയിലുള്ള വെട്ടിപ്പ് നടത്തുന്നു, നടപടി ഉണ്ടാവുന്നില്ല. ക്വസ്റ്റ്യൻ പേപ്പർ സർക്കാർ കൊടുത്താലും അതിൻ്റെ പേരിൽ പിരിവ് നടത്തി തട്ടിപ്പുണ്ടാക്കുന്നു, കെട്ടിടത്തിൻ്റെ പേരിൽ തട്ടിപ്പുണ്ടാക്കുന്നു, ഏറ്റവും ഒടുവിൽ മെഡിക്കൽ ഇൻഷുറൻസിൻ്റെ പേരിലും തട്ടിപ്പുണ്ടാക്കുന്നു. അങ്ങനെ തട്ടിപ്പോട് തട്ടിപ്പ് നടത്തുന്ന ഈ തട്ടിപ്പ് വീരനെ പിടിച്ചകത്തിടാൻ കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടായിരിക്കും അർജുൻ കല്യാൺ? ഈ പ്രേക്ഷകർ ചോദിക്കുന്നത് പോലെ വലിയ രാഷ്ട്രീയ സ്വാധീനം മറ്റും ഉണ്ടോ? അരുൺകുമാർ, അത്തരത്തിലുള്ള സംശയങ്ങൾ കൂടുതൽ ബലപ്പെടുകയാണ്. കാരണം ഈ തെളിവുകൾ സഹിതം ഈ കാര്യങ്ങളെല്ലാം തന്നെ പുറത്തെത്തിയിട്ടും ഇതിനകത്ത് യാതൊരുവിധ കൂസലുമില്ലാതെയാണ്. ഒന്നുകിൽ കൃത്യമായ തോതിൽ ഏതെങ്കിലും ഒരു വമ്പൻ രാഷ്ട്രീയക്കാരൻ്റെ പിന്തുണ ഇദ്ദേഹത്തിനുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഉന്നത ഉദ്യോഗസ്ഥരുടെ പിന്തുണ ഇദ്ദേഹത്തിനുണ്ട്. അവരുടെയെല്ലാം അറിവും സമ്മതവും കൂട്ടുകച്ചവടവും തന്നെയാണ് ഇത് എന്ന് സംശയിക്കേണ്ടുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. മന്ത്രി വരെ ഇന്നലെ, വിദ്യാഭ്യാസ മന്ത്രി ഈ കാര്യങ്ങൾ നമ്മുടെ ബ്രേക്കിംഗ് അവേഴ്സിൽ മന്ത്രിയോട് ചോദിക്കുന്ന ഘട്ടത്തിൽ മന്ത്രി പോലും ഒരു ഒഴുക്കൻ മട്ടിലുള്ള മറുപടി മാത്രമാണ് നൽകിയത്. അപ്പോൾ അത്രയേറെ സ്വാധീനം നടത്താൻ, മന്ത്രിക്കും അപ്പുറത്ത് സ്വാധീനം നടത്താൻ എന്താണ് ഇദ്ദേഹത്തിനുള്ള പിന്തുണ, അല്ലെങ്കിൽ ആരാണ് പിന്തുണ നൽകുന്നത്, ആരാണ് ഇദ്ദേഹത്തിനുള്ള എല്ലാവിധ ഈ കൂട്ടുകച്ചവടത്തിനുമുള്ള ഒത്താശ നൽകുന്നത് എന്നുള്ള സംശയം അനുനിമിഷം ഏത് വമ്പനാണ് പിന്നിലുള്ളതെങ്കിലും കടമ്പൂർ സ്കൂളിൽ അടക്കമുള്ള എയ്ഡഡ് സ്കൂളുകളിൽ നടക്കുന്ന കൊള്ളകൾ നമ്മൾ തുറന്നു കാട്ടിക്കൊണ്ടേയിരിക്കും. അർജുൻ കല്യാടാണ് കടമ്പൂരിലെ സ്കൂളിലെ മാനേജ്മെന്റിന്റെ കാട്ടുകൊള്ളയുടെ വാർത്തകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്.